എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും അതേപോലെ തന്നെ നമ്മൾ വൈകുന്നേരം ചായയുടെ കൂടെ ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണിത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ, റവ ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇൻസ്റ്റൻറ്റ് റവ ദോശ. ഇതിന് പ്രത്യേകിച്ച് ചട്നിയുടെ ആവശ്യമൊന്നുമില്ല. നല്ല മുരിഞ്ഞ ദോശയാണെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ മുരിഞ്ഞ ദോശ വെറുതെ കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു ദോശയാണിത്. ഇപ്പോൾ ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. റവ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. അരിപ്പൊടിയാണ്, ഞാനിപ്പോൾ അപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, അതും 1/2 കപ്പ്. പിന്നീട് വേണ്ടത് മൈദയാണ്, മൈദ 1/4 കപ്പ്. പിന്നെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, അത് നല്ലതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ സവാളയാണ്. ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് 2 പച്ചമുളക്. കായപ്പൊടി കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത് കുറച്ച്, ഉപ്പ് 1 ടീസ്പൂൺ. ഇത് പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 1/4 കപ്പ്. പിന്നീട് ഇതെല്ലാം കൂടി കുഴയ്ക്കാനായിട്ടുള്ള വെള്ളം. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് നോക്കണം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. വേണമെങ്കിൽ ജീരകം ചേർക്കാവുന്നതാണ്. ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. 1 കപ്പും കൂടി ഒഴിച്ച് ഇത് നല്ലതുപോലെ ലൂസായിട്ടിരിക്കുന്ന ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഏകദേശം 2-2.5 കപ്പോളം വെള്ളം ഒഴിക്കണം. ഇത് കലക്കി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഒന്ന് വെക്കണം. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ 1/2 മണിക്കൂർ വെക്കുക, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് കലക്കി വെച്ചിട്ട് വെക്കണം. ഇപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പം ഞാനത് കലക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ച് തിക്കായിട്ടാണ്, റവയൊക്കെ ഒന്ന് കുതിർന്നിട്ട് ആ വെള്ളമൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു 1/4 കപ്പും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ പച്ചമോര് ഉണ്ടാക്കൂലേ, ഇഞ്ചിയും ചുവന്നുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ചതച്ചിട്ട് പച്ചമോര്, ആ മോരിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അത്രയും ലൂസായിട്ടിരിക്കണം ഈ റവ ദോശയുടെ ബാറ്റർ. ഇനി നമുക്ക് ദോശക്കല്ല് ചൂടാക്കിയിട്ടുണ്ട്. ദോശക്കല്ലിലേക്ക് ആദ്യം തന്നെ നല്ലെണ്ണ തേച്ച് പിടിപ്പിക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കണം തീ. എന്നിട്ട് ആദ്യം നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം ആ ദോശയുടെ മാവ് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മുകളിൽ നിന്നുള്ള വെള്ളം അത് ഹൈ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് അതങ്ങ് പെട്ടെന്ന് കൊണ്ട് അങ്ങ് ഒഴിക്കുക. ഇതേപോലെ ഓട്ടകൾ വരും. ഒഴിച്ചതിൻ്റെ മുകളിൽ ഒഴിക്കരുത്. ആ എവിടേക്ക് ഗ്യാപ്പ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒഴിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ മറ്റേ ദോശ പോലെ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ചുമ്മാ കോരി അങ്ങ് ഒഴിച്ചാൽ മതി. നല്ല എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. നല്ല ടേസ്റ്റും ആയിട്ടുള്ള നല്ലൊരു ദോശയാണിത്. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത്. ഇത് സാധാരണ ദോശയേക്കാളും കുറച്ച് സമയം എടുക്കും ഇതൊന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. ഇപ്പോൾ അടിഭാഗം മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചട്ടകോ അല്ലെങ്കിൽ ഇതേപോലെ സ്പാറ്റിൽ വെച്ചിട്ട് ആ ദോശയുടെ അടിഭാഗം ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ദോശ മറിച്ചിടണം. ഇപ്പം മറ്റേ പക്ഷേ ഇതേപോലെ തന്നെ ഒത്തിരി നേരം ഇട്ട് മുരിക്കണമെന്നൊന്നും ആവശ്യമില്ല. ഇതിങ്ങനെ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ലപോലെ മറിച്ചിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ലപോലെ മുരിഞ്ഞ് കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ സാധാരണ ദോശ കഴിക്കുന്നതിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. ഇത് നമ്മൾ കഴിക്കുമ്പോഴുള്ള ഒരു സവാള, ഇഞ്ചി, പച്ചമുളക്, അതേപോലെ മല്ലിയിലയുടെയൊക്കെ ആ ടേസ്റ്റ് ദോശയിൽ വരുമ്പോൾ ഉണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റാണ്.
ഇതേപോലെ തന്നെ അടുത്ത ദോശയും ഒഴിക്കുമ്പോൾ ആദ്യം തന്നെ നല്ലെണ്ണ തേച്ച് പിടിപ്പിക്കുക. ഓരോ പ്രാവശ്യം ദോശ ഉണ്ടാക്കുമ്പോൾ ആ മാവ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിലേക്ക് ആ എല്ലാം വന്ന് കിടക്കും. അപ്പോൾ അത് അങ്ങനെയല്ല വരേണ്ടത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ദോശയുടെ എല്ലാ ഭാഗത്തേക്കും ഇഞ്ചിയും സവാള എല്ലാം വരുന്നതിന് വേണ്ടിയിട്ട് മാവ് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം ദോശക്കല്ലിലേക്ക് കോരി ഒഴിക്കാനായിട്ട്. ഇപ്പോൾ 2-3 ദോശ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ബാറ്റർ കുറച്ച് തിക്കാന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വേണം, ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം പിന്നീട് ദോശ കോരി ഒഴിക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ദോശയുടെ മാവ് ഇരിക്കാനായിട്ട്. അങ്ങനെ ദോശ മുരിഞ്ഞിട്ടുണ്ട്. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ദോശ. ചട്നി വേണമെന്നുള്ളവർക്ക് ചട്നിയും കൂട്ടി കഴിക്കാവുന്നതാണ് ദോശ. അങ്ങനെ ഇൻസ്റ്റൻറ്റ് റവ ദോശ റെഡി ആയിട്ടുണ്ട്.